നിങ്ങളുടെ ഹൃദയം ശക്തമാണെന്ന് എങ്ങനെ അറിയാം? ഹൃദയത്തിന് ഒരു ലോഡ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ലോഡ് വരുമ്പോൾ ഹൃദയം അത് താങ്ങുന്നുണ്ടോ? ഏറ്റവും പ്രധാനം, ആ ലോഡ് എടുത്തു മാറ്റുമ്പോൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഹൃദയം തിരിച്ച് നോർമലിലേക്ക് വരുന്നത്. ഇതെല്ലാം കൂടെ അറിയാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണ് എയർ സ്ക്വാറ്റ്. സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നത് കാലിന്റെ വെറൊരു എക്സർസൈസ് അല്ല, അത് ഹാർട്ടിന്റെ സ്ട്രെസ് എങ്ങനെ നേരിടുന്നു എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ്. ഒരു വ്യക്തി സ്ക്വാറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കാൽമുട്ട് മടക്കി കസേരയില്ലാതെ എയറിൽ ഇരിക്കുന്ന പൊസിഷനിലേക്ക് മാറുമ്പോൾ ശരീരത്തിൽ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാലിലെ മസിലുകൾ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. കാലിലെ രക്തധമനികളെല്ലാം ഈ മാംസപേശികൾക്കുള്ളിലാണ്. അതുകൊണ്ട് ഈ രക്തധമനികളെയും ആ സമയത്ത് അത് മുറുക്കി വെക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലിലൂടെയുള്ള രക്തോട്ടം കുറയാണ്. ഹൃദയത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലാവും എന്തോ ഒരു തടസ്സം അവിടെ ഉണ്ട് എന്നുള്ളത്. ആ തടസ്സം മറികടക്കാനായിട്ട് ഹൃദയം ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് ഹൃദയമിടിപ്പ് കൂടും, BP കൂടും, ഹാർട്ടിന്റെ വർക്ക് ലോഡ് കൂടും. എന്ന് വെച്ചാൽ ഹൃദയത്തെ കൊണ്ട് നമ്മളൊരു വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യിച്ച പോലെ. ഇതിനെ നമ്മൾ വാസ്കുലാർ റെസിസ്റ്റൻസ് ലോഡ് എന്ന് പറയാം. ഇത്രയും ഒരു റെസിസ്റ്റൻസിന്, സമ്മർദ്ദത്തിന് ഹൃദയത്തിന് മറികടന്നേ മതിയാവുള്ളൂ. അതിനായിട്ട് ഹൃദയം എന്താണ് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുകയാണ്. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. മാംസപേശികളിലേക്ക് അല്ലാത്ത എല്ലാ രക്തധമനികളും ചുങ്ങിയിട്ട് പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം സെലക്റ്റീവായിട്ട് കൂട്ടിക്കൊടുക്കും. എന്ന് വെച്ചാൽ ഹൃദയം ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ഒരു സർവൈവൽ മോഡിലേക്ക് മാറുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടമേ അല്ല. ഇത് ഹാർട്ടിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് മസിൽ വർദ്ധിപ്പിക്കുന്ന പോലെ ഹൃദയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു എക്സർസൈസ്. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് സ്ക്വാറ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ തിരിച്ചണിക്കുമ്പോഴാണ്. ആ സമയത്ത് അതുവരെ കംപ്രസ് ആയി നിന്നിരുന്ന രക്തധമനികളെല്ലാം പെട്ടെന്ന് റിലീസ് ആവുകയാണ്. രക്തം കാലിലെ മസിലുകളിലേക്ക് കുത്തിയൊഴുകയാണ്. ഇതിനെ റിയാക്റ്റീവ് ഹൈപ്പറീമിയ എന്ന് പറയും. ഈ ഒരു കുത്തൊഴുക്ക് കാരണം എൻഡോത്തീലിയം എന്ന് പറയുന്ന രക്തധമനിയിലെ തൊലിയുടെ ആരോഗ്യം പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഇത് കാരണം രക്തധമനികൾ വളരെ ഇലാസ്റ്റികത ഉള്ളതായിട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ലോഡ് കൊടുത്തിട്ട് ഹാർട്ടിനെ ഒന്ന് ചലഞ്ച് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ആ രക്തധമനികൾ ആരോഗ്യമുള്ളതായിട്ട് മാറുന്നു. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ പ്രതിരോധ ശക്തി കൂടുകയാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ കാല് രണ്ടും വിടർത്തി വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് പതുക്കെ കസേരയില്ലാതെ കാൽമുട്ട് മടക്കിയിട്ടിരിക്കുക. ഒരു സപ്പോർട്ടും ഇല്ലാതെ ആ ഇരുത്തം നിലനിർത്തുക. ശ്വാസം പിടിച്ചു വെക്കരുത്, നോർമൽ ആയിട്ട് എടുക്കണം. അത് വളരെ പ്രധാനമാണ്. എന്നിട്ട് എത്ര നേരം ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളത് നോക്കുക. സാധാരണഗതിയിൽ ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ മിനിമം നമുക്ക് സാധിക്കണം. ഇനി 45 മുതൽ 60 സെക്കൻഡ് വരെയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റം നിങ്ങൾക്കുണ്ട്. ഇനി 90 സെക്കൻഡോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിയോവാസ്കുലർ പ്രതിരോധ ശക്തി അതിഗംഭീരമാണ്.